വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളുടെ ശ്രദ്ധ വളരെ പ്രധാനമായ ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 3 മുതൽ 14 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും, അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂവും അവിടെ എവിടെയായി ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പായിക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പായിക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഞാൻ എന്തിനാണ് ഈ വേദഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്? ഈ വചനത്തിന്റെ അവസാന ഭാഗം പറയുന്നു, ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടണം എന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെയും എന്റെയും അവകാശമാണ്, നിങ്ങളുടെയും എന്റെയും കർത്തവ്യമാണ് ഈ സുവിശേഷം സകല ജാതികളെയും അറിയിക്കേണ്ടത്. അതുകൊണ്ട് കർത്താവിന്റെ ആ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ഈ കർത്തവ്യത്തിൽ മുതിർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളും സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ സംഭവങ്ങളൊക്കെയും നമുക്കറിയാം. പലവിധമായ സംഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വേദഭാഗത്തില് നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരാണ് കർത്താവിനോട് ചോദിക്കുന്നത്, ലോകാവസാനം എപ്പോൾ സംഭവിക്കുമെന്ന്. അപ്പോൾ കർത്താവ് വ്യക്തമായി 4-ാമത്തെ വചനം, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, താഴോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കർത്താവ് അവിടെ പറയുന്നു, യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. രാജ്യം രാജ്യത്തോട് എതിർക്കും. ഭൂകമ്പം ക്ഷാമം എവിടെയായി ഉണ്ടാകും. ഈ ഭാഗങ്ങൾ നിങ്ങൾ ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീണ്ടും ഈ ഭാഗം വായിച്ചു കേൾക്കുക. നമ്മളൊരവസാന സമയത്താണ് ജീവിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമൊക്കെയും അതിന്റെ തെളിവുകളാണ്. അതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. നിങ്ങൾ ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ മരിച്ചുവെങ്കിൽ തന്നെയും നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല. കർത്താവിനോട് നിത്യത്തിൽ കാണുവാൻ കൊണ്ടും ഇടയായിത്തീരും. ആയതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കുക. കർത്താവാകുന്നു, ഈ യേശു ക്രിസ്തു മാത്രമാകുന്നു ദൈവം. അവനിൽ മാത്രം നിങ്ങൾ ആശ്രയിച്ചുകൊള്ളുക. അവനെ മാത്രം നിങ്ങൾ ആരാധിച്ചുകൊള്ളുക. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ രക്ഷിക്കപ്പെടും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ വാക്ക് ഇവിടെ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.